ഒന്നുകിൽ നിങ്ങൾ കൂട്ടാൻ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മെഡിക്കൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാം കൂട്ടാം. നിങ്ങൾ ഉൾപ്പെടെ ഞാൻ കൂട്ടാം. ഒരാൾ തന്നെ വന്നിരുന്നിട്ട് 10, 15, 20 കമൻറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചിടുകയാണ്. അപ്പോൾ എന്തിനായിരിക്കും ഒരാൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്? ലുമിനിസ് ആർക്കും ഒരു ജോബ് ഓഫർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ കൺസൾട്ടൻസി അല്ലാന്ന് ഈ കമന്റ് ഇടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടി ദയവായി മനസ്സിലാക്കിയാൽ മതി. നിങ്ങളിൽ ഒരാൾ ചതിക്കപ്പെട്ടാൽ നാളെയും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഫൈനൽ എക്സാം ആയിട്ടില്ല. നമ്മൾ ആ കുട്ടിയോട് പറയുന്നത് ഫൈനൽ എക്സാം എഴുതിയിട്ട് ആ കുട്ടിക്ക് IBMR എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പ്ലേസ്മെന്റ് കിട്ടും. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ സ്കില്ല, ഒരു കുട്ടിയുടെ കഥയല്ല. എനിക്കൊരിക്കലും ആരെയും പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. അത് തന്നെയാണ് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ താണ്ട് അവിടെ ജോലി കിട്ടും. ഒരാളുടെ പ്രശ്നം പോലും പ്രശ്നമാണ്. 70% ആൾക്കാർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ കുഴപ്പമെങ്കിൽ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരസ്യമായി അവതരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏത് സ്ഥാപനം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്കില്ല് കൊടുക്കാൻ ലുമിനിസിലെ ഫാസിലിറ്റേഷൻ ലുമിനിസിന്റെ മാനേജ്മെന്റും 100% 800 കുട്ടികൾ പഠിച്ചിറങ്ങിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 കുട്ടികൾക്ക് പ്ലേസ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ. എന്തായാലും നിങ്ങൾ ആരും ഭീഷണിപ്പെടുത്തിയിട്ടും കത്തിവെച്ചും പഠിപ്പിക്കാനായിട്ട് എൻ്റെ അറിവില്ല. നമ്മൾ ലുമിനിസ് എന്നൊരു സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ആശയം എനിപ്പിടിക്കാൻ ട്രൈ ചെയ്യുന്നു. നമസ്കാരം. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തുമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരസ്യമായി അവതരിപ്പിക്കൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാതെയും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എൻ്റെ അടുത്ത് പറയുകയും അത് തേച്ചാൽ തലമുടി കിളിക്കുകയും എന്ന് പറഞ്ഞാൽ അത് തേച്ച് ബോധ്യപ്പെടാതെ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല അത് തേച്ച് നിങ്ങൾ മുടി കളിക്കും, അല്ലെങ്കിൽ ഇന്നത് തേച്ചാൽ നിങ്ങൾക്ക് കളർ വയ്ക്കും, ഇന്നത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ മെലിയും. ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റുകളും ആദ്യം തന്നെ ഞാൻ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചാണ്. പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്ഥാപനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക. അത് ഇലക്ട്രോണിക്സ് വിൽക്കുന്ന സ്ഥാപനങ്ങളാവാം, മറ്റുള്ള അങ്ങനെ അത്തരത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പരസ്യം ചെയ്തൊരു സ്ഥാപനമായിരുന്നു ലുമിനിസ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കമൻസുകൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഏതൊരു ആളുടെയും വിഷമങ്ങൾ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ആ പയ്യനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ അവനോട് 49 മിനിറ്റ് അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ തന്നെ വന്നിരുന്നിട്ട് 10, 15, 20 കമൻറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചിടുകയാണ്. അപ്പോൾ എന്തിനായിരിക്കും ഒരാൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്? അല്ലെങ്കിൽ ഇതൊരു ബോധപൂർവമായിട്ടൊരു സ്ഥാപനത്തിനെതിരെയുള്ള അറ്റാക്കാണോ? അപ്പോൾ എനിക്ക് ആ പയ്യനെ വിളിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു. 49 മിനിറ്റോളം അവനോട് സംസാരിച്ചതിൽ നിന്ന് അവൻ പറഞ്ഞ പല കാര്യങ്ങളും ചെതറിപ്പോകുന്ന കാര്യങ്ങളാണെന്ന് വ്യക്തതയില്ലെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവനോട് തന്നെ പറഞ്ഞു, മോനെ നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടു, അതോടൊപ്പം തന്നെ എനിക്ക് ആ സ്ഥാപനത്തിൻ്റെ ഓണറുമായി സംസാരിക്കണം. അങ്ങനെ അദ്ദേഹവുമായി സംസാരിക്കണം എന്നുള്ളത് ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചു. പുള്ളി ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇപ്പം പുള്ളി തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കണം. കാരണം എന്നിലൂടെയാണ് ഈ വിഷയം പുറത്തേക്ക് പോയത്. എനിക്കൊരിക്കലും ആരെയും പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തൊരു വ്യക്തത കൊടുക്കണം. അപ്പോൾ അത് താങ്കൾ, കാരണം എനിക്കിതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം എനിക്കൊരിക്കലും ഒരു സ്ഥാപനത്തിൽ ഇന്നലകളിൽ പഠിച്ച എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസും ഹിസ്റ്ററിയും എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇതിൽ ഇവരുടെ ചില സംശയങ്ങളാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് സംശയങ്ങൾ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ വന്നിട്ടുണ്ട്. ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ, ബോധപൂർവ്വം തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 1 അവറിനുള്ളിൽ ഇത്രയും നെഗറ്റീവ് അങ്ങനെ ഒരിക്കലും വരില്ല. കാരണം ഇതിങ്ങനെ റീച്ച് ആവണം. ഇതിങ്ങനെ റീച്ചായി പലരും അറിഞ്ഞ്, അതായത് അഖിൽ മാരാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്ന് ആരോ കരുതി കൂട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം നമുക്ക് രണ്ടും പരിഹരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രശ്നം ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് നിയമപരമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുമുള്ള ഒരു സ്ഥാപനമാണോ? ഇത് എത്ര വർഷമായിട്ട് നടത്തുന്നുണ്ട്? ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയുക. ഉറപ്പായിട്ടും. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂവിനെ പറ്റിയാണ്. ഇപ്പോൾ ലുമിനിസ് സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന സ്ഥാപനം, ഞങ്ങൾ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഇത് 6ാമത്തെ വർഷമാണ്. അവിടെ നിന്നും തുടങ്ങി ഇന്ന് ഒരു 700-800ഓളം കുട്ടികളെയാണ് നമുക്ക് പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചത്. ഇതുവരെ ഒരു ഏകദേശം 700-800ഓളം കുട്ടികളെയാണ് പഠിപ്പിച്ചത്. കാരണം നമുക്ക് 7 സ്ഥാപനം ഉണ്ടെങ്കിലും ഓരോ വർഷവും ആഡ് ഓൺ ആയി വന്ന സ്ഥാപനങ്ങളാണ്. അല്ലാതെ 7 സ്ഥാപനം 6 വർഷമായിട്ടില്ല. അതിൽ എനിക്ക് അഭിമാന പുരസ്കാരം പറയാൻ പറ്റുന്ന മെഡിക്കൽ സ്ക്രൈബിംഗ് ഇൻഡസ്ട്രിയെ ഏറ്റവും അതിൻ്റെ മുഖമെന്ന രീതിയിൽ സംസാരിച്ച ആളുകളിലൊരാൾ ഞാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് NSDC സർട്ടിഫിക്കേഷൻ്റെ വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള NSDC എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഒന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഞങ്ങൾക്ക് മാത്രം കേരളത്തിലുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. അത് കേരള ഗവൺമെൻറ്റാണ്. ഇതിലൊക്കെ ഉപരി നമ്മൾ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 സർട്ടിഫിക്കേഷനുകളാണ് നമ്മളുടെ സ്ഥാപനം വഴി ഒരു കുട്ടിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒരു ഡിപ്ലോമ സർട്ടിഫിക്കേഷനും ഉള്ളത് കൊണ്ട് തന്നെ
കൃത്യമായിട്ടൊരു കുട്ടിയുടെ സ്കില്ല് അറിയാൻ അളക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മളുടെ കയ്യിൽ സർക്കാർ അനുശാസിക്കുന്ന എല്ലാ തരം ഡോക്യുമെന്റുകളും നമുക്കുണ്ട്. യെസ്, അത് ഇത് ഞാനല്ല, നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും അന്വേഷിക്കാം. ഇത് പബ്ലിക് ഡൊമൈൻ അല്ലേ, സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു ഭാഗത്ത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് അത് നിങ്ങൾക്ക് നേരിട്ടാവാം. എങ്ങനെ വേണേലും ഒരു കുട്ടിക്ക് വിവരാവകാശ നിയമം വഴിയോ അല്ലെങ്കിൽ ഈവൻ നമുക്ക് കേരളത്തിലെ 7 സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു തട്ടിപ്പാണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് അന്വേഷിക്കാം. പിന്നെ ഇപ്പം അഖിൽ പറഞ്ഞ കൂട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് കമൻസ് വരുന്നു എന്നുള്ളത് നോർമലി നിങ്ങൾ ആ കുട്ടിയോടോ അല്ലെങ്കിൽ കുട്ടികളോടോ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ ഒരു 2 കമ്പനികൾ തമ്മിലുള്ള ഒരു സ്റ്റണ്ട് ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് അതെ. അതായത് ഇപ്പം ഞാൻ പറയുന്ന അവരുടെ ഒരു കൺസേൺ. ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ പഠിച്ച ആർക്കും ജോലി കിട്ടിയിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു 800ഓളം കുട്ടികളോട് ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അറ്റ ടൈമിൽ, അതായത് ഈ ഓൺ ടൈമിൽ ഞാൻ ഈ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരു കമ്പനി ബന്ധപ്പെടുന്നു, ഞാൻ വരുന്നു, പരസ്യം ചെയ്തു പോകുന്നു. ആ സമയത്ത് എത്ര കുട്ടികൾ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നു? ഇപ്പം നിലവിൽ പഠിക്കുന്ന കുട്ടികളെ ഓൾമോസ്റ്റ് ഒരു 400-ലധികം കുട്ടികൾ ഇപ്പം നിലവിൽ 400ഓളം കുട്ടികൾ 7 ബ്രാഞ്ചിലായിട്ട് പഠിക്കുന്നുണ്ട്. അത് മറ്റേതിനകത്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ 800ഓളം പഠിച്ചു. ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്? 800 കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500-550 കുട്ടികൾക്ക് പ്ലേസ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു 6, ഞങ്ങൾ കറക്റ്റ് കണക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ഒരു 68% നമുക്ക് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ബാക്കി 32% എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഞാൻ ചോദിക്കത്തില്ല, സ്ഥാപനവും പഠിച്ച കുട്ടികളെ മൊത്തം രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും സാധിക്കില്ല. കാരണം ഒരു ജോലി കിട്ടുന്നത് എപ്പോഴും ഒരു സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. 100%. മെഡിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപാരമായ സ്കില്ല് വേണ്ട. അതായത് ഒരു US ഡോക്ടറിൻ്റെ കൂടെ ഇരുന്ന് ലൈവായിട്ട് ആ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്കില്ലാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. അപ്പം ആ ഒരു സ്കില്ല് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏകദേശം 1 വർഷം കൊണ്ട് ഈ ഡിപ്ലോമ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് സാധിക്കും. ആ ഒരു സ്കില്ലെന്ന് പറയുന്നത് ഒരു ഡോക്ടർ സംസാരിക്കുമ്പോൾ, ഒരു ഡോക്ടർ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ അറിയണം. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന വിഷയം വളരെ കൃത്യമായിട്ട് ഡോക്ടർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഡോക്യുമെൻ്റ് ചെയ്യാൻ അറിയണം. ലിസണിങ് കോംപ്രഹെൻഷൻ, ലിസണിങ് സ്കില്ലുണ്ടാവണം. അതേപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ലുണ്ടാവണം. അങ്ങനെ ഒരു 6-7 സ്കില്ലുകൾ ഒത്തൊരുമിക്കുമ്പോഴാണ് ഒരു കുട്ടിയെ നമുക്കൊരു കമ്പനിയിലേക്ക്, ഒരു US ബേസ്ഡ് കമ്പനിയിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ കോഴ്സുകൾ സ്വന്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വരാതെ അല്ലെങ്കിൽ ഇത് പഠിക്കാതെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ, പക്ഷെ നമ്മൾ ഇത് ഇത്രയും പഠിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളിടത്താണ്. അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന ഇത്തരം ഇതിനകത്ത് കുറച്ച് പേര് എന്നോട് പറഞ്ഞത് ഈ മെഡിക്കൽ സ്ക്രൈബേ പഠിക്കണ്ട, നേരെ പോയെങ്കിൽ ജോലിക്ക് കയറാം. അപ്പം ഞാൻ അവനോട് സംശയം, ഞാൻ പയ്യനോട് ചോദിച്ചു, മോനെ അങ്ങനെ ലോകത്ത് ഇപ്പം സംഗീതം നന്നായി സ്വരശുദ്ധിയുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അവർ പഠിക്കുന്നത് ആ സ്വരം ഒന്നുകൂടെ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ശ്രുതി കൃത്യമായിട്ട് തെറ്റാനും പിച്ച് കറക്റ്റായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് ആർക്കും ബാറ്റ് ചെയ്യാം, ആർക്കും ബൗൾ ചെയ്യാം, പക്ഷേ ഇത് ഒരു അക്കാഡമി നടത്താറുണ്ട് എന്ന് കരുതി അക്കാഡമി പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റുന്നു, IPL ആവാൻ പറ്റുന്നു ഒന്നും നടക്കത്തുമില്ല. അപ്പം ഞാൻ അവനോട് തന്നെ പറഞ്ഞു, ഇപ്പം ഈ പഠിക്കുന്ന സ്ഥാപനത്തിലെ എല്ലാ കുട്ടികളും രക്ഷപ്പെട്ട ചരിത്രം എൻ്റെ അറിവിൽ ഒരിടത്തുമില്ല. സിവിൽ സർവീസിൻ്റെ അടിസ്ഥാന യോഗ്യത BSc അല്ല BA ഒരു ഡിഗ്രി മാത്രമാണ്. കേരളത്തിലെ PSC പരീക്ഷകളുടെ പലതിൻ്റെ അടിസ്ഥാന യോഗ്യത +2 മാത്രമാണ്. അപ്പം അവിടെ ഒരുപാട് കോച്ചിങ് സെൻ്ററുകൾ PSCക്കുണ്ട്. എൻട്രൻസ് എക്സാമിന് ഒരുപാട് എഞ്ചിനീയറിംഗിന് കയറാൻ വേണ്ടിയിട്ട് MBBSന് കയറാൻ വേണ്ടിയിട്ടും കോച്ചിങ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ഇവിടങ്ങൾ പോകുന്ന എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പം നിനക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടാണോ, അതോ ഇതിനകത്ത് ഒരു തട്ടിപ്പ്, കുട്ടികൾക്ക് വേണ്ടി തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നെങ്കിൽ ഞാൻ നിങ്ങളോട് നിൽക്കാം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അതായത് ലൂമിനസ് കുട്ടികളെ തട്ടിക്കും, ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല. നിങ്ങളുടെ മുഖത്തേക്ക് പറഞ്ഞാൽ നമ്മൾ കൂട്ടു നിൽക്കത്തില്ല. പക്ഷേ അവൻ പറഞ്ഞതിലൊന്നും തന്നെ ആ വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ അവൻ തന്നെ പറഞ്ഞു നേരത്തെ ഇതിന് CPMS എന്നൊരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഇപ്പോൾ അത് ഡിപ്ലോമ DPMS എന്ന പ്രോഗ്രാമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ ഏതാ നല്ലത്? അപ്പോൾ അവൻ പറഞ്ഞു DPMS ആണ് നല്ലത്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് DPMS ആണ് പഠിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രോഗ്രാമിനേക്കാൾ ഡിപ്ലോമ പ്രോഗ്രാമിനാണ് നമ്മളുടെ ഒരു രീതി അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് വാല്യൂ കൂടുതൽ. അത് കഴിഞ്ഞാൽ ഡിഗ്രിക്കാണ് വാല്യൂ. അത് അഡ്വാൻസ് ഡിപ്ലോമ, ഡിഗ്രി, ഇങ്ങനെ ഓരോ വിദ്യാഭ്യാസ ഓരോ രീതികളുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ 2023 വരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമായിരുന്നു, CPMS. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ആ മേഖലയിൽ തന്നെയുള്ള ഒരു ഡിപ്ലോമ സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വാല്യൂ ഏറിയ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. എനിക്കറിയില്ല ഈ കുട്ടിക്ക് വരെയും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടും ഈ ഒരു സ്കില്ല് അക്വയർ ചെയ്തു. അതായത് ആ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന സ്കില്ല് ഏകദേശം 4ഓളം സബ്ജക്റ്റുകളാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ഈ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്കില്ല്,
ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ലുമിനസ് എന്ന് പറയുന്നത്. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം പോലെ തന്നെയാണ്. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാക്കൽറ്റീസിന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സ്കില്ല് 7ഓളം സ്കില്ലുകളാണ്. നേരത്തെ 4 ടൈപ്പ് ആണെങ്കിൽ 7 കാര്യങ്ങൾ പഠിക്കാം. ആ 7 കാര്യങ്ങൾ പഠിച്ച്, കാരണം ഇൻഡസ്ട്രിക്ക് വേണ്ട 7 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ 7 കാര്യങ്ങൾ പഠിച്ച് ആ ആളിനെ ഞങ്ങളുടെ ഒരു പ്രതിനിധിയായി, ലുമിനസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഒരു ഒരു കമ്പനിയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് നല്ല ഒരു നമ്മൾ ആശാരി ഈ തടിക്കകത്തുനിന്ന് കൊത്തുപണി സത്യത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് സ്കൂളുകളിലും കോളേജിലൊക്കെ സംസാരിക്കാനും പോയിട്ടുണ്ട്. അതിന് ഞാൻ പലപ്പോഴും രക്ഷകർത്താക്കളോട് പറയും, ഈ രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിലോട്ട് വിട്ടിട്ട് ഈ സ്കൂളുകാർ പഠിപ്പിച്ചില്ല, അധ്യാപകരൊന്നും പഠിപ്പിച്ചില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഏറ്റവും മികച്ച ഒരു ആശാരിക്ക് വട്ടത്തടി കൊണ്ട് കൊടുത്തിട്ട് ഒരു നല്ല ഉരുപ്പടി ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളിനി കാനായ കുഞ്ചിരാമനാണല്ലോ, സോറി നമ്മുടെ അതിൻ്റെ പേര് പെരുന്തച്ഛനാണെങ്കിലും പറ്റത്തില്ല. അത് തേക്കുന്നടി കൊടുക്കണം, അല്ലെങ്കിൽ ഈട്ടി കൊടുക്കണം. കാര്യം ഉരുപ്പടി നല്ലത് കൊടുത്തെങ്കിൽ, അല്ല കൊടുക്കുന്ന തടി നല്ലത് കൊടുത്തെങ്കിൽ അതിൽ നിന്നൊരു മികച്ച ഉരുപ്പടി അയാൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതേസമയം ഒരു മികച്ച ആശാരിക്ക് ഇച്ചിരി തേക്ക് കൊടുക്കുന്നത് പോലെ ഒരു മോശം ആശാരിക്ക്, അവിടെയാണ് നമ്മുടെ വ്യത്യാസം. അപ്പം ആശാരി മിടുക്കനാകുമ്പോൾ ഏറ്റവും നല്ല തടിയിൽ നിന്ന് ഏറ്റവും നല്ല ഉരുപ്പടി ഉണ്ടാക്കാൻ പറ്റും. ആശാരിക്ക് അത്രയും കഴിവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവത്തില്ല. അവിടെ നിങ്ങൾ നല്ല സ്ഥാപനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ എവിടെയാണ് ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നിടത്തേക്ക് എത്തുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞങ്ങൾക്ക് അവിടെ ഷുവർട്ടി കൊടുക്കാൻ പറ്റുന്നത്, എനിക്കിപ്പം അഖിലിനോട് അല്ലെങ്കിൽ സമൂഹത്തോട് പറയാം, ഞങ്ങൾ ഷുവർട്ടി കൊടുക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ആശാരിമാർ നല്ലതാണെന്ന് ഞങ്ങൾ ഷുവർട്ടി കൊടുക്കും. ഞങ്ങളുടെ ഫാക്കൽറ്റീസ് നല്ലതാണ്, കാരണം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അവർ അത്രയും കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ കൂടി കടന്നു വരുന്ന, കൃത്യമായിട്ട് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പം മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെല്ലാം തന്നെ, ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന വിഷയം പഠിപ്പിക്കുന്നവരെല്ലാം തന്നെ ഡോക്ടേഴ്സാണ്. ഒന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതെല്ലാം തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്. ടൈപ്പിംഗ് പഠിപ്പിക്കുന്നവർ ടൈപ്പിങ്ങിൻ്റെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. ലിസണിംഗ് കോമ്പറേഷൻ പഠിപ്പിക്കുന്ന മെഡിക്കൽ സ്ക്രൈബ്സും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം ആ ആശാരിയുടെ കുറവ് പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതേപോലെ ഇപ്പം ചിലർ പറഞ്ഞ പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ ഈ പരസ്യത്തിൽ പറഞ്ഞിരുന്നു, എൻട്രൻസ് എക്സാം നടത്തിയിട്ടാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പേര് ചേട്ടാ അതൊരു തട്ടിപ്പാണ്, അങ്ങനെ അവരങ്ങനെ പല ഉടായ്പും പറയും, എൻട്രൻസ് ഒന്നും ഇല്ല, അവർ എന്തോ 50% മാർക്കാണെങ്കിൽ അവരെടുക്കും. അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു, നമുക്കിപ്പം കുട്ടികളെ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിട്ട് വന്നാൽ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരുപാട് പേരെ എടുക്കാറുണ്ടോ? അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കുട്ടി വരുന്നു. ആ കുട്ടി ഞങ്ങളുടെ എക്സ്പീരിയൻസ് വഴി വന്നേക്കുന്ന ഒരു OIT, ഓൺലൈൻ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷ എഴുതുന്നു. ഞങ്ങൾ പറയുന്നത് എപ്പോഴും +2-ന് 60% മാർക്ക് ആ പരീക്ഷയിൽ കിട്ടിയാൽ മാത്രമാണ് ഞങ്ങൾ എടുക്കുക. ഇത് ഡിപ്ലോമയുടെ കാറ്റഗറിയാണ്. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം അത്രയും ഇല്ലായിരുന്നു. പിന്നെ ഡിഗ്രി ആണെങ്കിൽ ആ കുട്ടിക്ക് 50% ഉണ്ടെങ്കിലും ആ കുട്ടി എടുക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ വരുന്നു, ആ കുട്ടിക്ക് സപ്പോസ് 45% അല്ലെങ്കിൽ 46% മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ നോർമലി പറയും നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷേ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അന്നേരം അവരുടെ ആവശ്യം അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അവർക്ക് വളരെ താല്പര്യമുണ്ട്. അപ്പം നമുക്കൊരു അവിടെ ഇരിക്കുന്ന കൗൺസിലർക്ക് ഒരു പ്രയോറിറ്റി ഉള്ളത്, നിങ്ങൾക്ക് ഒരു 2-3 കുട്ടികളെ ഒരു ബാച്ചിലേക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ അവർ ഇന്ന് റിട്ടേൺ ഡോക്യുമെൻ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. അതായത് ഞങ്ങൾ പഠിച്ചോളാം എന്നൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാം. നിങ്ങൾ ആക്ച്വലി ഇത് പഠിക്കാൻ ക്വാളിഫൈഡ് അല്ല, പക്ഷേ ക്വാളിഫൈഡ് അല്ല എന്നല്ല, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ മാർക്കിനപ്പുറത്തേക്ക് വന്നാൽ നിന്നെ ഇച്ചിരി എളുപ്പം പഠിപ്പിക്കാൻ പറ്റും. ആരും ക്വാളിഫൈഡ്, ഞങ്ങളുടെ ഒരു മോട്ടീവ് തന്നെ. ഞാൻ ക്വാളിഫിക്കേഷൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇത് പഠിച്ച ജോലി കിട്ടാം, നിങ്ങൾ ആ ജോലി സാധ്യതയും കൂടെ വെച്ചിട്ടായിരിക്കുമല്ലോ. അതെ, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ എളുപ്പം. ഞങ്ങളുടെ ആശാരിക്ക് ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ആശാരിക്ക് പെട്ടെന്ന് കൊത്തുപണി ചെയ്തെടുക്കാൻ പറ്റണം. മനസ്സിലായി. അപ്പം അതിന്റെ എഫേർട്ട് ഞങ്ങളുടെ ആശാരിമാർക്ക് കുറയ്ക്കുക, മീൻസ് ഫാക്കൽറ്റീസ് എഫേർട്ട് കുറയ്ക്കുക എന്നുള്ള, ആർക്കും ഇത് പഠിക്കാം. നമ്മൾ ലുമിനസ് എന്ന ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന ആശയം എനിബഡി ക്യാൻ സ്ക്രൈബ് എന്നുള്ളതാണ്. ആർക്കും സ്ക്രൈബ് അല്ലെങ്കിൽ ആർക്കും ഈ ലോകത്ത് ഏത് തൊഴിലും ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ അഖിലിനെ സംബന്ധിച്ച് അഖിൽ ഡയറക്ടർ അല്ലേ, ഒരു സിനിമ ഡയറക്ടർ ചെയ്യാൻ ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ട് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിലേക്ക് എത്താം. പക്ഷേ ഞങ്ങളോട് ഈ കമ്പനികൾ പറഞ്ഞിട്ടുള്ളത് ആ എക്സാം എഴുതണം എന്നുള്ള അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട് മാത്രം. ഇപ്പം അഖിലേട്ട ഇതിനകത്ത് ആരും ജോലിയൊന്നും കിട്ടിയിട്ടില്ല, 1-2 പേർക്ക് ആ ജോലി അവരുടെ കിട്ടിക്കാണും, ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. പലരും അവരുടെ കഴിവ് ഉപയോഗിച്ചാൽ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു കഴിവ് ഉപയോഗിച്ചാലേ മോനെ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു.
അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടു ബോധ്യപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു ചേട്ടാ എനിക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ജോലി കിട്ടിയ ആൾക്കാർ അവരുടെ റിയാക്ഷൻ കൊടുക്കുക. അത് കാരണം എനിക്കൊന്ന് ബോധ്യപ്പെടണം. കാര്യം കുട്ടി അപ്പം നമ്മളിതിൽ ജോബ് അഷ്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജോബ് പ്ലേസ്മെൻ്റ് ആണ്. പഠിച്ചിറങ്ങിയാൽ ജോബ് പ്ലേസ്മെൻറ്റ് കൊടുക്കുക. പക്ഷേ നിങ്ങൾ പറയുന്നത് 80% മാർക്ക് 80% ഉണ്ടെങ്കിൽ അവന് ഒരു ക്രീം ലെയർ സ്റ്റുഡൻ്റ് ആയിട്ട് അവൻ അറിയപ്പെടുകയും നമുക്ക് കൂടുതൽ സാധ്യതകളിലേക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഭാവിയിൽ വരാൻ പോകുന്ന ഭാവിയുടെ സാധ്യതകളെ മുൻനിർത്തി പഠിച്ചവർക്ക് ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. അതിൽ 80% ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പം പേഴ്സണലി പറയുന്നത് പ്ലേസ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റൊരുപാട് സ്ഥാപനങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പം അത് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. അത് ഇച്ചിരി ക്ലാരിറ്റിയിൽ പറയുവാണെങ്കിൽ, മെഡിക്കൽ സ്ക്രൈബ് ഇപ്പം മുമ്പേ ചോദിച്ചു പുറത്തു നിന്നുള്ളവർക്ക് ആകാമോ? ആർക്കും മെഡിക്കൽ സ്ക്രൈബ് ആകാം. നിങ്ങളുടെ ഒരു കെയർ ഓഫിൽ ഒരാൾ വരുന്നു, ഞങ്ങളുടെ എക്സാം എഴുതുന്നു, അതിനകത്ത് നല്ല മാർക്കുണ്ട്, ആളൊരു ഡോക്ടറാണ്, മീൻസ് അപ്പോൾ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന വിഷയം അറിയാം, അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്, ഇംഗ്ലീഷും നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ടൈപ്പിംഗ് സ്കില്ലുണ്ട്, മെഡിക്കൽ സ്ക്രൈബിങ് എസെൻഷ്യൽസിനെ പറ്റി നല്ല ധാരണയുണ്ടെങ്കിൽ ഒരിക്കലും ആ ആൾ ഈ കോഴ്സ് പഠിക്കേണ്ടെന്ന് ഞങ്ങൾ പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിലേക്ക് പോകാം. അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് വരുന്നില്ല. ഈ ഒരു ജോലിയുടെ ഗ്ലാമർ കണ്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കണം. കാരണം ഇതിൻ്റെ ഒരു അനന്തമായ സാധ്യത ഇനി കിടക്കുകയാണ്. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരിക്കലും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പിടിമുറുക്കിയിട്ടില്ല. ഈവൻ ഗവൺമെന്റ് 2019 വന്നെങ്കിൽ പോലും നിർബന്ധിതമായിട്ടില്ല. സ്വാഭാവികമായിട്ട് ആ ഒരു മേഖലയിലേക്ക് വേണ്ട സ്കില്ല്, ആ ഒരു ജോലിക്ക് വേണ്ട സ്കില്ല് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലുമിനിസ്. ലുമിനിസ് ആർക്കും ഒരു ജോബ് ഓഫർ ചെയ്യുന്ന ഒരു HR കൺസൾട്ടൻസി അല്ലാന്ന് ഈ കമന്റ് ഇടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ആ കുട്ടി ദയവായി മനസ്സിലാക്കിയാൽ മതി. കുറച്ച് പേർക്ക് അങ്ങനെ ചിന്തയുണ്ടാകാം. കാരണം അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ജോലി കിട്ടും. അതൊരു HR കൺസൾട്ടൻസി. അതാണ് നമ്മൾ ഈ അമിത പ്രതീക്ഷയുമായിട്ട് അവിടെ ചെന്നാലൊന്നേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും നെഗറ്റീവ്സുകളും അവരുടെ മനസ്സിലേക്ക്. പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ. അമിത പ്രതീക്ഷയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ കമന്റ് ശ്രദ്ധിച്ചിരുന്നു. അതിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു 3-4 കുട്ടികൾ, ഞാൻ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, 3-4 കുട്ടികൾ എനിക്ക് തോന്നുന്നു പല കമ്പനികളും വർക്ക് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അമിത പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇപ്പോൾ മേ ബി ഒരു 50,000-ഓ 40,000-ഓ ജോലിയുടെ ആ കാര്യം ആഗ്രഹിച്ച് വന്നു, അവർക്കൊരു 10,000, 20,000, 25,000 രൂപ ശമ്പളം കൊടുത്തൊരു കമ്പനിയിൽ കയറി പറ്റാൻ സാധിച്ചുള്ളൂ. അപ്പോഴും അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പക്ഷേ ആ കുട്ടികളല്ല ഏതൊരു കുട്ടി, നമ്മുടെ ഇനി ഇറങ്ങാൻ പോകുന്ന കുട്ടികളാണ്, ഞാൻ അവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ കിട്ടണമെന്ന് മനസ്സിലാക്കണം. ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് 1 വീക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ കുട്ടികളെയോ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ഡിപ്ലോമ പ്രോഗ്രാം വന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 60-65% കുട്ടികളിലേക്ക് പോലും പല കമ്പനികൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ലെവലിലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ 80% ഉള്ളവർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പല കമ്പനികളും ഇൻ്റർവ്യൂവിന് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്നൊരു സംഭവം, നമ്മുടെ ഫൈനൽ എക്സാം ആയിട്ടില്ല. നമ്മൾ ആ കുട്ടിയോട് പറയുന്നത് ഫൈനൽ എക്സാം എഴുതിയിട്ടേ പോകും. മോക്ക് വരെ ആ കുട്ടി, അത് മോഡൽ പരീക്ഷ വരെ എഴുതി. ആ കുട്ടിക്ക് പേര് പറയുകയാണെങ്കിൽ ScribeEMR എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. അത് ഡിപ്ലോമയുടെ ബെനിഫിറ്റാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ സ്കില്ലാണ്. ആ കുട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ആ കുട്ടിക്ക് കിട്ടി. മേ ബി എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ ആ കുട്ടിക്ക് ജോയിൻ ചെയ്യണം. ഞാൻ ഒരു കുട്ടിയാണ്, അപ്പോൾ ഉടനെ തന്നെ പറയാൻ വേണ്ടത് ഇയാൾ ഒരു കുട്ടിയാണ്. ഒരു കുട്ടിയുടെ കഥയല്ല, ഇങ്ങനെ ധാരാളം കുട്ടികളുടെ കഥകൾ. എനിക്കിപ്പം നിങ്ങൾക്കിടയിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല, റിയലായിട്ട് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ കാര്യം അതായത് ഇത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ച് കൺവിൻസ്ഡ് ആയിരിക്കണം നമ്മൾ പറഞ്ഞതിൽ നിന്ന്. ഇനി എന്തെങ്കിലും ആർക്കാണെങ്കിലും ഇത് കൺവിൻസ്ഡ് അല്ലാത്ത ഒരു പ്രേക്ഷകൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ദയവായി നിങ്ങൾ നേരിട്ട് വരിക. നിങ്ങൾക്ക് ആരെയും ആക്സസിബിൾ ആണ്, നിങ്ങൾക്ക് സംസാരിക്കുക. നിങ്ങൾ അവരന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചിട്ട് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ആ കഴിവ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ഒരു ഒഴിഞ്ഞ കുടം പോലെ, നമ്മളെപ്പോഴും പറയും, ഒരു വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിഞ്ഞ കുടമായിട്ട് നമ്മളിലേക്ക് വന്നാലേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. തുളുമ്പി നിൽക്കുന്ന വെള്ളം ഒഴിച്ചാൽ തുളുമ്പി പോകും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു ഒഴിഞ്ഞ കുടമായിട്ട് ഒരു ഒഴിഞ്ഞ മനസ്സോടുകൂടി ഒരു കുട്ടിയെ ഒരു രക്ഷിതാവ് ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവന് മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ രംഗത്ത് വേണ്ട ഇന്ത്യയിലെ ഏത് സ്ഥാപനവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്കില്ല് കൊടുക്കാൻ ലുമിനിസിലെ ഫാക്കൽറ്റീസിനും ലുമിനിസിൻ്റെ മാനേജ്മെൻറ്റിനും 100% സാധിക്കും. അതായത് ഞാൻ ഇതിലിപ്പം കൂട്ടിച്ചേർക്കുന്നത്, മെഡിക്കൽ സ്ക്രൈബ് എന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട്
ഇപ്പം ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വരാം, ഇവിടെ വന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതി എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരുന്നിട്ട് നമ്മളിവിടെ രണ്ടാമത് ഞാൻ സംസാരിക്കാനുണ്ടായിട്ടുള്ളൊരു കാരണം. അത് നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ എന്തായാലും നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടും കത്തി വെച്ചും പഠിപ്പിക്കാനായിട്ട് എൻ്റെ അറിവിലില്ല. ആരെയും അങ്ങനെ പഠിപ്പിച്ചും കാണത്തില്ല. സ്വമേധയാ സന്തോഷപ്രകാരം വന്ന് കാണും. ചിലർ നിരാശപ്പെട്ടിട്ടുണ്ടാവാം. അപ്പം അവർ ബോധപൂർവ്വം ചില നെഗറ്റീവ്സുകൾ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിഷയത്തിന് വ്യാപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്കെതിരെ പറയണം എന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഇതിനകത്തിൽ എനിക്കൊരു സാമ്യം തോന്നിയത്, ഇപ്പം നമ്മൾ രണ്ടും കേരളത്തിൻ്റെ തെക്കോട്ട് ജീവിക്കുന്നത്, മീൻസ് എറണാകുളത്തും തെക്കോട്ട് ജീവിക്കുന്നത്, കൊല്ലവും ഒരു ആലപ്പുഴക്കാരനുമാണ്. അപ്പോൾ നമ്മുടെ ഒരു സംസാര ശൈലിയിലൊരു ഇതേ വർത്താനം. ഞാൻ എപ്പോഴും ആൾക്കാർ പറയും, നമ്മൾ ആരെയും പോയി പിടിച്ചു പറിച്ചിട്ട് നീ വന്ന് ജോയിൻ ചെയ്യാൻ പറയുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മകന് തോന്നി, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എനിക്കിത് പറ്റുമെന്ന് തോന്നി നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി, എൻ്റെ മകനെ എൻ്റെ മകളെ ഒരു ജോലിയിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ അവരെ കൊണ്ടുവിടുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 100% നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുതരിക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് കമ്പനിയിലേക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ കുട്ടിക്ക് ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് 100% ഞങ്ങളെ ചോദ്യം ചെയ്യാം. അത് ചെയ്യണം. പക്ഷേ ആ കുട്ടി ഒരു കമ്പനിയിലേക്ക് കയറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമ്മൾ സ്വയം ഒന്ന് പഠിക്കണം. നമുക്കിപ്പം നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ മധുഭാസ്കർ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂന്ന് നോ കിട്ടിയാൽ അതെന്താണ്, എനിക്ക് നോ കിട്ടിയെന്നല്ല ചിന്തിക്കേണ്ടത്, ഞാൻ അതിലേക്കായിട്ടില്ല, എനിക്ക് ഇച്ചിരൂടെ സ്കില്ലാകാനുണ്ട്, ഞാൻ അതിൽ ഒന്നുകൂടെ പഠിച്ചു വന്നാൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ ആളിന് ആ ജോലി, ആ സാലറി, അല്ലെങ്കിൽ ആ ഒരു കമ്പനി, ആ ഒരു പ്രൊഫൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റൊന്നും അല്ല ഈ കമ്പനികൾ നോക്കുന്നത്. അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആളിൽ കാണുന്ന കാലിബർ. അതെ, കാരണം അവർക്ക് ആറ്റിറ്റ്യൂഡ്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെയാണ് അവർക്ക് വേണ്ടത്, ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ആണ്. അവരിപ്പോൾ നിങ്ങൾ ആരായാലും ഏറ്റവും ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യും. ഈ അടുത്ത് നമ്മുടെ മിഥുൻ മാനുവൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ബെസ്റ്റ് കഥയുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും തള്ളിപ്പോവില്ല. സിനിമയുടെ കാര്യത്തിലും അങ്ങനെ എൻ്റെ നമ്മുടെ പേഴ്സണൽ തോട്ടിൽ ഇപ്പോൾ ഗംഭീര എല്ലാവർക്കും വേണ്ടത് അതല്ലേ. ഇപ്പം നിങ്ങൾ ഏറ്റവും നല്ല കുട്ടികളെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുക, ഏറ്റവും നല്ല കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് ഏറ്റവും നല്ല കുട്ടികളെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കിട്ടുക, ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരെയും ഒരു ബോധപൂർവ്വം ഒഴിവാക്കില്ല. അപ്പോൾ അങ്ങനെ 1-2 പേര് പറഞ്ഞു, ഞാനൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ മനഃപൂർവ്വം ജോലി കൊടുക്കാതെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനേടാ ഒരിക്കലും നിന്നെ ബോധപൂർവ്വം ഒഴിവാക്കില്ല, നിനക്ക് ജോലി കിട്ടിയാലും അവർക്കത് പ്ലസ് ആണ്. അതെ, അപ്പോൾ ഒരാളും ബോധപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ട. കാരണം അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ, അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന. അപ്പോൾ അതങ്ങനല്ല, ഒരാളുടെ പ്രശ്നം പോലും പ്രശ്നമാണ്. അതെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പക്ഷേ ആ ഒരാളുടെ പ്രശ്നം ചിലപ്പം പലരുടെയും പ്രശ്നമായിരിക്കാം. അപ്പോൾ അവരിൽ നിന്ന് എല്ലാവരുടെയും പ്രശ്നം എനിക്ക് സ്വാംശീകരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാ, അതെ, ഇത് പോരാ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പറയും. അതെ, നിങ്ങൾക്കെതിരെ പറയേണ്ട സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യൂനിറ്റി എനിക്ക് ബോധ്യപ്പെടണം, എനിക്ക് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത് അത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നത് പോലും ഫോണിലൂടെ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്തിട്ട് കാര്യമില്ല. അതെ, എനിക്ക് ഫോണിൽ കൂടെ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. പക്ഷേ അത് എത്ര പേർക്ക് അറിയാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ടൈം തരാമെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ നമ്മുടെ ഒരു പ്രഗത്ഭമായ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങൾ സംസാരിച്ച് അവരോട് ഇത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇതിനകത്തൊരു സ്കാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ആ കുട്ടികളെ കണ്ടിട്ട് വേണമെങ്കിൽ ഞാനൊരു ചലഞ്ച് വേണേൽ അങ്ങോട്ട് വെക്കാം. നിങ്ങൾക്ക് അതിനകത്ത് പൂർണ്ണമായിട്ട് ഇപ്പം ഞാനൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഇത് ഞാനൊരു ആശയമായിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ മനസ്സിൽ ഇതൊരു ആശയമാണ്. ഒരു സാധാരണപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി, അവന് സ്കില്ല് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവന് ഇനിയും വരാൻ പോകുന്ന ഇത്രയും ഒരു വാസ്റ്റായിട്ടൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു മേഖല ഇന്ത്യയെ കൈയടക്കുമ്പോഴത്തേക്കും ഏകദേശം ഉണ്ടാകാൻ പോകുന്ന തൊഴിൽ സാധ്യതകളെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. ആ മേഖലയിലേക്ക് അവനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് സെറ്റാവുന്ന രീതിയിൽ, ഒരാളുടെ ലൈഫിൽ കൃത്യമായ നമുക്കൊരു പൈസ കൊടുത്താൽ ഒരാളെ സഹായിക്കാൻ ഒരു തവണയേ പറ്റുള്ളൂ. അതേസമയം അവനൊരു സ്കില്ല് കൊടുത്താൽ, അവനൊരു ജോലി മേടിച്ച് കൊടുക്കാനുള്ള ഒരു കഴിവ് അവന് കൊടുത്താൽ, ആ ജോലിയാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് നമ്മൾ അവന് കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതമാണ് ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നത്. ഏറെക്കുറെ നമ്മൾ ഈ ഒരു ടോക്കിൽ നിന്ന് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഡായിട്ട് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, ലോകത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ച് എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും. 2, ഒരു രീതിയിലും ഒരു കോച്ചിങ്ങും ഇല്ലാതെ ജോലിക്ക് കയറാനും മുന്നോട്ട് പോകാനും ശേഷിയുള്ള നിരവധി കുട്ടികളുണ്ട്. ഇനി ഈ മെഡിക്കൽ സ്ക്രൈബിങ്ങിനെ കുറിച്ചിട്ട് ഉള്ളൊരു നിരാശയാണ്. നിങ്ങൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, മെഡിക്കൽ സ്ക്രൈബിങ് പഠിക്കാതെ തന്നെ ചേട്ടാ ജോലി കിട്ടാമെന്ന് പറഞ്ഞു.
അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിനെ അല്ല അറ്റാക്ക് ചെയ്യേണ്ടത്. പർട്ടിക്കുലർ സ്ഥാപനത്തെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റും. അതെ, മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇത് പഠിപ്പിക്കുകയും അപ്പോൾ മെഡിക്കൽ സ്ക്രൈബിന് കുഴപ്പമില്ലാതിരിക്കുകയും ലൂമിനസ് ഇത് കുഴപ്പക്കാരാവുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് ഞാൻ ലോജിക്കലി ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നുകിൽ നിങ്ങൾ പൂട്ടാൻ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മെഡിക്കൽ സ്ക്രൈബിങ് പഠിപ്പിക്കുന്ന എല്ലാം പൂട്ടാം, നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പൂട്ടി. അതല്ല, ഇത് നടത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടോ, പഠിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുവരാൻ റൈറ്റ്സ് ഉണ്ടോ, അത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് പക്കയാണ്. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളിൽ അറ്റ്ലീസ്റ്റ് ഒരു 70%, 75% കുട്ടികൾ ഹാപ്പിയാണോ, ഇത്രയും നമുക്ക് പറയാൻ പറ്റും. കാര്യം 25% കുട്ടികൾ ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഹാപ്പി ആവാൻ സാധ്യതയില്ല. കാരണം അവർക്ക് എല്ലാവരും കിട്ടാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിന് പറ്റത്തുമില്ല. അത് ഞാൻ നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ ലോജിക്കലി മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. പിന്നെ 2, അഖിലേട്ടൻ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് ആലോചിച്ച് പോയി പരസ്യം ചെയ്യുന്നത്, അഖിലേട്ടനെ പോലുള്ള പരസ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് കുറച്ച് കമൻറ്റ്സ് എനിക്ക് വന്നു. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കൊരിക്കലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്നലകളിൽ പഠിച്ച എല്ലാ കുട്ടികളെയും ഹിസ്റ്ററി എടുത്ത് വെച്ച് അതിനകത്ത് ഒരാൾക്ക് പ്രശ്നമുണ്ടോ 2 പേർക്ക് പ്രശ്നമുണ്ടോ എന്നൊന്നും നോക്കിയിട്ട് നമ്മളെ ഒരാൾ സമീപിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട വിഷയം, ഞാൻ എപ്പോഴും പരസ്യം പറയുന്നതും ചെയ്യുന്നതൊക്കെ തന്നെ എനിക്കിഷ്ടമുള്ള, ഞാൻ ജനത്തിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മാറ്ററാണ്. ഞാൻ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോയ സമയത്ത് അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു PSC പരീക്ഷ ഫോക്കസ് ചെയ്യും. കാരണം ജോലി ഫോക്കസ് ചെയ്യും, +2 മതി. അന്ന് 10ാം ക്ലാസ്സേ ഉള്ളൂ പോലീസ് കോൺസ്റ്റബിൾ, 10ാം ക്ലാസ്സേ ഉള്ളൂ +2 ഇത് നമ്മളെ LDCക്ക്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാൾക്ക് LDC എഴുതുമ്പോൾ പലരും MSc കഴിഞ്ഞ് MTech കഴിഞ്ഞ് BTech കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ ഇതേ ചെയ്യുന്നത്. അപ്പോൾ ഇവനെ പഠിപ്പിച്ച MTechന് സ്ഥാപനത്തിന് ഇവനെ കൊണ്ട് പ്രയോജനമില്ല, നഷ്ടം. അതായത് ഇവൻ വലിയ പരാജയമായി മാറുകയാണ്. ഒരു പർട്ടിക്കുലർ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആ സ്ഥാപനവും അവിടെ പൈസ ഇവൻ്റെ രക്ഷാർത്ഥം ഇവനോട് അന്ന് ഇവൻ ചെയ്യുന്ന ജോലി എന്തുവാ, പോലീസ് കോൺസ്റ്റബിളിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ക്ലർക്കിൻ്റെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഡിഗ്രി ഫസ്റ്റ് 18ാമത്തെ വയസ്സ് മുതൽ PSC കോച്ചിങ്ങിന് പഠിച്ചുകൂടാ? ഞാൻ 19ാമത്തെ വയസ്സിൽ LDC എഴുതിയെടുത്ത ആളാണ്. അന്നത്തെ എക്സാം കാരണം ഞാൻ PSC പഠിപ്പിക്കാൻ പോകുന്നു, ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ അന്ന് ആ സമയത്ത് എഴുതിയ പല PSC പരീക്ഷണം കിട്ടി. ഇത് എൻ്റെ ഒരു 18 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാഴ്ചപ്പാടാണ്. കാരണം കുട്ടികൾ +2 കഴിയുമ്പോൾ തന്നെ അവർ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആരംഭിക്കും. പലരും വെറുതെ വാസ്റ്റായിട്ട് പഠിച്ച് 5-6 വർഷം കളഞ്ഞതിന് ശേഷം ജോലിക്ക് ശ്രമിക്കും. പക്ഷേ അതിനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് മുമ്പിലുണ്ട്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു സാധ്യതയുണ്ട്. ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തതാണ്, ഈ മേഖല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പേഴ്സണലി പറയുന്നത് സാധ്യത തന്നെയാണ്. +2 കഴിഞ്ഞൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി, +2 ആണ് അടിസ്ഥാന യോഗ്യത, +2 കഴിഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ എൻട്രൻസ് എഴുതി അതിനകത്തിൽ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ്, അവനെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കോൺഫിഡൻ്റ് ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി കൃത്യമായി ഒരു 1 ഇയർ ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് നിന്ന് ഒരു 2 മണിക്കൂർ കഷ്ടപ്പെടാനുണ്ട് എന്നുള്ള സത്യം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അവർ മനസ്സിലാക്കണം. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് ഇംഗ്ലീഷ് ധാരണയില്ല എങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു വായന ഒരു ഘടകമാണ്, ലിസണിങ് കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് ആ കുട്ടി ഒരു 1 ഇയർ നമ്മൾ പറയുന്നത് കേട്ട് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ സ്കില്ല് കിട്ടും. ആ സ്കില്ലാണ് നമുക്കൊരു കമ്പനിയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുക. ഓൾറെഡി ആ സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഞങ്ങളുടെയും വേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യം. അതിപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ പഠിക്കാൻ പോകാതെ എഴുതാം. അത് ഗവൺമെൻറ് ഇവിടെ തരുന്ന റൂളാണ്. ഇത് അറിയാൻ വയ്യാതെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് പോയി 10ാം ക്ലാസ്സിൽ പരീക്ഷ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന കൂട്ട് തന്നെയുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി പോകാം. അതല്ല, നിങ്ങൾക്ക് അതിനുള്ള അറിവില്ല, നിങ്ങൾക്ക് അത് എങ്ങനെ നേടിയെടുക്കണം, ഒരു സ്ട്രക്ചറിൽ എങ്ങനെ നേടിയെടുക്കണം, ഒരു പ്രൊഫഷണൽ രീതിയിൽ അത് എങ്ങനെ നേടിയെടുക്കണം എന്ന് അറിയില്ലെങ്കിൽ അതിന് ദയവായി ലുമിനസിനെ സമീപിക്കുക. ഞങ്ങൾ അതിന് 100% സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമാണ്. പിന്നെ 70% ആൾക്കാർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ കുഴപ്പമെങ്കിൽ അതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്നലകളിൽ പോയതിൽ നിന്ന് കോഴ്സിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊച്ചു വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ എനിക്ക് നൽകിയേക്കുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസും പുതിയ പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാം. ഇനി ഇതിൽ പഠിച്ചതിന് ശേഷം, അതായത് എന്നിലൂടെ ഒരാൾ വരികയും അയാൾ പഠിക്കുകയും ചെയ്ത് നിങ്ങളിൽ ഒരാൾ ചതിക്കപ്പെട്ടാൽ, ഞാൻ ഇതിൻ്റെ ഓണർ എഴുതിക്കൊണ്ട് തന്നെ പറയണം, നിങ്ങളിൽ ഒരാൾ ചതിക്കപ്പെട്ടാൽ നാളെയിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല. അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തത്. നിങ്ങൾ ദയവായി അങ്ങനെ കാര്യം നമ്മളെ സംബന്ധിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ സ്ഥാപനം വളരണം. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനം വലിയൊരു സ്ഥാപനമായി മാറട്ടെ.
അതാണ് എൻ്റെ ഒരു ആശംസ. അപ്പോൾ അങ്ങനെ വലുതായിട്ട് മാറട്ടെ, ആരെയും ചതിക്കാതെയും പറ്റിക്കാതെയും കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകൾ ഉറപ്പായിട്ടും നമ്മളെ വിശ്വസിച്ചൊരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് 100%. അതുപോലെ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് നമ്മൾ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണം കേട്ടോ. ബാംഗ്ലൂർ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള പിള്ളേരൊക്കെ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഒരു പരിപാടി നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്യണം. എല്ലാവരെയും കൂടെ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചുമ്മാ എനിക്കൊന്ന് കണ്ടാൽ മതി. സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് HIPAA ലോ എന്ന് പറയുന്നൊരു നിയമം കിടക്കുകയാണ്. അതായത് നമുക്ക് സ്ഥാപനങ്ങളിലേക്ക് ഒരു ക്യാമറയായിട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ എനിക്കും കയറാൻ സാധിക്കില്ല. കാരണം അത് അമേരിക്കൻ ഒരു ലോ, ഒരു US സിറ്റിസന്റെ ഡേറ്റാസ് ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പേഴ്സണലി കുട്ടികളെ കാണാം. നിങ്ങൾക്ക് കുട്ടികളോട് ചോദിക്കാം. നമുക്ക് ഡയറക്റ്റ് എനിക്ക് ചെറിയ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് വന്നിരുന്നില്ല. ഉറപ്പായിട്ടും താങ്ക് യു. എൻ്റെ സമയം കളഞ്ഞതിന് ഞാൻ പരാതി പറഞ്ഞു. ഞാനല്ല സമയം കളഞ്ഞത്, നിങ്ങളെ ഫോളോവേഴ്സ് പറഞ്ഞു. അതിൽ ക്ലാരിറ്റി കൂടുതൽ കിട്ടിയല്ലോ, അതിൽ ക്ലാരിറ്റി കൂടുതൽ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഞാനും പറഞ്ഞല്ലോ ഒത്തിരി പേര് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാർ എന്നോടൊന്നും ചോദിക്കരുത്. നിങ്ങൾ വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കി. ഒരു നന്ദിയുള്ള കാര്യം, ധാരാളം ആൾക്കാരുണ്ട് ഒരു പരസ്യം ചെയ്തിട്ട്, നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്കറിയാം, ഒരു പരസ്യം ചെയ്തിട്ട് ആ പരസ്യത്തിലൂടെ നെഗറ്റീവ് നെഗ്ലക്റ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അതിപ്പോൾ ഓക്കെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ മറുപടി കൊടുക്കായിരുന്നു കൂടെ. അപ്പം നമ്മൾ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ ഒരാൾ അങ്ങോട്ട് വിളിച്ച് കാര്യം മനസ്സിലാക്കി എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് വന്നു. അതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജെനുവിനിറ്റി, അത് ചാനലിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ പരിചയമുള്ളൂ അല്ലേ, ഒരിക്കൽ മാത്രമാണ് നമ്മൾ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പം ഇതെന്താ അങ്ങനെയെന്ന് തോന്നി. അതായത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതിൽ വളരെ നന്ദി. ഞാൻ പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് വന്ന് കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴും ആലോചിച്ചു, എൻ്റെ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഉള്ളതാകുമ്പോൾ അതെ ബിഹൈൻഡ് വുഡ്സ് അത് ആക്സിഡൻ്റലി സംഭവിച്ചാണ്. ബിഹൈൻഡ് വുഡ്സ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ ആ ഇന്റർവ്യൂ വന്ന പരിപാടി അതിൽ നമ്മൾ അത് അന്ന് മാത്രമാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതിൽ എനിക്ക് ഓർമ്മയില്ല പാർട്ടിസിപ്പേറ്റ് അല്ലായിരുന്നു. അതെ അതിൽ നമ്മുടെ കുട്ടികൾ. എന്തായാലും ഓക്കെ, താങ്ക് യു.